സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ കോൺസെപ്റ്റ് എങ്ങനെയാണ് എക്കണോമിക്സിൽ അപ്ലൈ ചെയ്യുക എന്നതിനെ കുറിച്ചാണ്. അപ്പം ഇവിടെ ജനറലി നമ്മൾ പറയുന്ന നൊട്ടേഷൻ എന്താ വെച്ചാൽ ഡിഫറൻസിയേഷന്റെ ഏരിയ വരുമ്പം MCMR അപ്രോച്ച് അതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് വരുന്ന സമയത്ത് the demand function of a monopolist is given as അപ്പോൾ P is equal to 15 minus 2x ആണ് വന്നിരിക്കുന്നത്. നമുക്കിവിടെ കോസ്റ്റ് തന്നിട്ടുണ്ട്. കോസ്റ്റ് is given as x square plus 2x ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫസ്റ്റ് വൺ മാർജിനൽ കോസ്റ്റ്, സെക്കൻഡ് വൺ is marginal revenue, തേർഡ് വൺ is equilibrium output, ഫോർത്ത് വൺ എന്ന് പറയുന്നത് നമുക്ക് equilibrium price, ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് നമുക്ക് ആവറേജ് കോസ്റ്റ്, സിക്സ്ത് വൺ എന്ന് പറയുന്നത് ആവറേജ് കോസ്റ്റ് വെൻ പ്രൈസ് ഓർ വെൻ ഔട്ട്പുട്ട് ഇസ് 4. ഇത്രയുമാണ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ മാർജിനൽ കോസ്റ്റ് കണ്ടുപിടിക്കണം, മാർജിനൽ റവന്യൂ കണ്ടുപിടിക്കണം, ഇക്വിലിബ്രിയം ഔട്ട്പുട്ട്, ഇക്വിലിബ്രിയം പ്രൈസ്, AC വെൻ ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു 4. ഇത്രയുമാണ് നമുക്ക് ഇവിടെ പോസ്റ്റുലേറ്റ് ചെയ്യേണ്ടത്. സോ ഇവിടെ നമ്മൾ ആദ്യം നമുക്ക് തന്നിരിക്കുന്നത് P is equal to 15 minus 2x ആണ്. ഇതിന്റെ അകത്ത് നിന്ന് നമുക്ക് ടോട്ടൽ റവന്യൂ കണ്ടുപിടിക്കാം. ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താ? P into Q ആണ് ടോട്ടൽ റവന്യൂ. ഇവിടെ നമ്മൾ Q എന്ന് പറയുന്നതിന് പകരം ഈ ഇക്വേഷനിൽ ഓൾറെഡി X തന്നുകൊണ്ട് X എന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കുന്നു. അപ്പൊ നമുക്ക് ആദ്യം P തന്നിട്ടുണ്ട്. നമുക്ക് ടോട്ടൽ റവന്യൂ കാണാം. ദാറ്റ് ഇസ് 15 minus 2x into X. സോ നമുക്ക് 15x minus 2x square എന്ന് കിട്ടി. ദിസ് ഇസ് യുവർ സെക്കൻഡ് വൺ. ഇനി നമ്മൾ ചെയ്യാൻ പോണത് MR കാണാം. MR എന്ന് പറഞ്ഞാൽ ഇതിനെ ഡിഫറൻസിയേഷൻ ചെയ്യാം. സോ 15 d by dx of x minus 2 d by dx of x square. So when you solve this, you will get 15 into 1 minus 2 into 2x ആണ്. That means 15 minus 4x. So ഇവിടെ മൂന്നാമത്തെ ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? ഇവിടെ MR എന്ന് പറയുന്നത് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ എന്താണ്, നമുക്ക് കോസ്റ്റ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അതിന് നമ്മൾ ടോട്ടൽ കോസ്റ്റ്, ഇത് ടോട്ടൽ കോസ്റ്റ് ആണ്. പക്ഷെ P എന്ന് പറഞ്ഞ ഇവിടെ R എന്ന് തന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് അതിനെ ടോട്ടൽ റവന്യൂ എന്ന് എടുക്കാമായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് തന്നത് P ആണ്. P എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും എടുക്കുന്നത് എന്താണ്? P is equal to അല്ലെങ്കിൽ ടോട്ടൽ റവന്യൂ പറഞ്ഞാൽ P into Q ആണ്. സോ ടോട്ടൽ കോസ്റ്റ് നമ്മൾ ഇവിടെ എഴുതുന്നു, ദാറ്റ് ഇസ് x സ്ക്വയർ പ്ലസ് 2x ആണ്. സോ തന്നിട്ടുണ്ട്. ഇതിന്റെ അകത്തുനിന്ന് നമ്മൾ മാർജിനൽ കോസ്റ്റ് കാണുന്നു. മാർജിനൽ കോസ്റ്റ് കാണാൻ പറഞ്ഞാൽ ഇതിനെ ഡിഫറൻസിയേഷൻ ചെയ്യാം. സോ d by dx of x square plus 2 d by dx of x. So when you differentiate this, you will get it as 2x plus 1 എന്ന് കിട്ടും. അപ്പം this is your fifth one. അപ്പം മാർജിനൽ കോസ്റ്റും കിട്ടിക്കഴിഞ്ഞു. Now what you have to do is equilibrium output. Equilibrium output കാണാനുള്ള ഫോർമുല MC is equal to MR ആണ്. സോ ഇവിടെ നമുക്ക് ഇതാ രണ്ട് ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിനെ 2x plus 1 is equal to 15 minus 4x എന്ന് ഇട്ടു. ഇനി ഞാൻ എന്ത് ചെയ്തു? ഇവിടെ 1 അല്ല 2 ആണ് വരിക, കാരണം 2 into 1 2. സോ ഇവിടെ 2x plus 4x is equal to 15 minus 2. So 6x is equal to 13. x is equal to 13 by 6 എന്ന് എനിക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. സോ ഇവിടെ എന്ത് കിട്ടിക്കഴിഞ്ഞു? ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു. x is equal to 13 by 16 എന്ന് കിട്ടി. ഇനി അടുത്തത് എനിക്ക് കാണേണ്ടത് ഇക്വിലിബ്രിയം പ്രൈസ് ആണ്. അപ്പൊ ഇക്വിലിബ്രിയം പ്രൈസ് കാണാനായിട്ട് നമ്മൾ ഇവിടെ ചെയ്യേണ്ട എന്താ വെച്ചാൽ, നമുക്ക് ഇവിടെ P തന്നിട്ടുണ്ട്. P എന്ന് പറയുന്നത് 15 minus 2x ആണ്. എക്സിന്റെ വാല്യൂ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു. എക്സിന്റെ വാല്യൂ 13 by 6 ആണ്. അത് ഞാൻ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ P is equal to 15 minus 2 into 13 by 6. So I got it as 15 minus ഇവിടെ ഇതും എനിക്ക് വെട്ടിക്കളയാം. സോ 13 by 3 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ LCM കാണുന്നു. അല്ലെങ്കിൽ ഇനിയിപ്പോ നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, യു ക്യാൻ ഡു വൺ തിങ്, അങ്ങനെ തന്നെ വെച്ചാലും മതി. അപ്പൊ 2 into 13 by 6. So when you solve this, you will get the answer as 32 by 3. സോ ഇതാണ് നിങ്ങളുടെ ഇക്വിലിബ്രിയം എന്ത് പ്രൈസ് എന്ന് പറയുന്നത്. Now you are going for average cost. Average cost എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ടോട്ടൽ കോസ്റ്റ് ബൈ ഔട്ട്പുട്ട് ആണ്. സോ ഇവിടെ ടോട്ടൽ കോസ്റ്റ് എത്ര നമുക്ക് തന്നിരിക്കുന്നത്? x സ്ക്വയർ പ്ലസ് 2x ആണ്. സോ x സ്ക്വയർ പ്ലസ് 2x ബൈ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ x ആണ്.
So x square by x plus 2x by x. So ഇതിനെ നമ്മൾ കട്ട് ചെയ്തു, ഇതിനെയും കട്ട് ചെയ്തു. So you got it as x plus 2. ഇനി നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ആവറേജ് കോസ്റ്റ് എത്രയാണ്? ഔട്ട്പുട്ട് 4 ആകുമ്പോൾ. ഇവിടെ എക്സിന്റെ വാല്യൂ 4 ആകുമ്പോൾ ആവറേജ് കോസ്റ്റ് എന്താണോ തന്നെ, അപ്പൊ 4 plus 2, എക്സിന്റെ ഭാഗത്ത് 4 ഇട്ട് കൊടുക്കുക. സോ യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 6 ആണ് വരുന്നത്. അപ്പൊ ഇവിടെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സമ്മേഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്, നത്തിങ് എൽസ്. ഈ ഒരു സംഭവത്തിനെയാണ് നമ്മൾ ജനറലി എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു സാധാരണ രീതിയിൽ നമ്മൾ ഈ ഒരു ഡിഫറൻസിയേഷൻ എക്കണോമിക്സിലെ MCMR അപ്രോച്ച് അല്ലെങ്കിൽ എക്കണോമിക്സിലെ നമ്മളൊരു എന്താ പറയാ എക്കണോമിക്കൽ അപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. അടുത്തത് ഇലാസ്റ്റിസിറ്റിന്റെ ഏരിയയിലും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇലാസ്റ്റിസിറ്റിന്റെ ഏരിയ ആണെങ്കിൽ നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നത് -P/Q അല്ലെങ്കിൽ അങ്ങനെ പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് -P/Q into dQ/dP. ഇതാണ് നമ്മുടെ ഇലാസ്റ്റിസിറ്റിയുടെ ഫോർമുല വരുന്നത്. ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതായത് നമ്മളുടെ പ്രൈസിൽ ചേഞ്ച് വരുന്നതിനനുസരിച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയിൽ പ്രൈസിൽ ചേഞ്ച് വരുന്നതിനനുസരിച്ചിട്ട് എങ്ങനെയാണ് നമ്മളുടെ പ്രൊഡക്ടിവിറ്റി കൺസിഡറേഷനിൽ ചേഞ്ച് വരുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഡിമാൻഡിൽ എത്രത്തോളമാണ് ഫ്ലക്ച്വേഷൻസ് സംഭവിക്കുന്നത്. ഇതിനാണ് നമ്മൾ എന്തില് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഈ ഒരു ജനറൽ പോസ്റ്റുലേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു ജനറൽ ആയിട്ടുള്ള കോൺസെപ്റ്റില് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെയുള്ള ഈ ഒരു കൺസിഡറേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഫാക്ടർ വരുന്ന സമയത്ത് ഹൗ യു ആർ ഗോയിങ് ഫോർ ദാറ്റ് അല്ലെങ്കിൽ ഹൗ യു ആർ ഗോയിങ് ഫോർ ദ കൺസിഡറേഷൻ എന്നുള്ളതിനാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഇലാസ്റ്റിസിറ്റി അപ്രോച്ച് വരുമ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ഇവിടെ പറയുന്നത് ഫൈൻഡ് ദ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ വിച്ച് ദ ഫംഗ്ഷൻ ഇസ് ഗിവൺ ആസ് Q is equal to 27/P⁻3. Q എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് ഇവിടെ തന്നിരിക്കുകയാണ്. The function is given by 27 divided by P⁻3. ഇങ്ങനെയാണ് നമുക്ക് ഫംഗ്ഷൻ തന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതിന്റെ അകത്ത് കിട്ടേണ്ടത് dQ/dP ആണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. സോ dQ/dP പറയുമ്പോൾ ഇതിനെ നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഫോർമുലറൈസ് ചെയ്താൽ 27P⁻3 ഇതിനെ ഡിഫറൻസിയേഷൻ ചെയ്യുക. So when you differentiate this, you will get the answer as -81P⁻4. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്പൊ ഇത് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ആയി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതിനെ ഇതിന്റെ അകത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. മൈനസ് P അതുപോലെ എഴുതുക. Qയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 27/P⁻3 ആണ്. ഇൻറ്റു -81 ഡിവൈഡഡ് ബൈ ഈ P⁻⁻4നെ നമുക്ക് P⁻4 എന്ന് എഴുതാം. So minus P divided by 1 divided by 27/P⁻3 into -81/P⁻4. ഇതാണല്ലോ നമ്മൾ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. So minus P മൈനസും -P/1 into P⁻3. ഇതിനെ നമ്മൾ ഉൾട്ടാ ചെയ്തു. 27 into -81/P⁻4. ഇവിടെ മൈനസും വന്നു. മൈനസും വന്നപ്പോൾ അത് പ്ലസ് ആയിട്ട് മാറി. So P into P⁻3 into 81/1 into 27 into P⁻4. അപ്പൊ ഇതിന്റെ മുകളിൽ ഒരു 1 ഉണ്ട് അല്ലെ? അപ്പൊ അത് ആഡ് ചെയ്യുമ്പോൾ P⁻4 into 81/1 into 27 into P⁻4 എന്ന് കിട്ടും. P⁻4ഉം P⁻4ഉം നമുക്ക് കട്ട് ചെയ്യാം. So when you cancel this, you will get the answer as 3. അപ്പൊ 3 ആണ് നിങ്ങളുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇലാസ്റ്റിസിറ്റി എന്നുള്ള നൊട്ടേഷനിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് സാധാരണ രീതിയിലുള്ള അപ്ലിക്കേഷൻ അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള ഒരു ഫോർമേഷൻ ആണ് നമ്മൾ അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഡിഫറൻസിയേഷന്റെ ഏരിയയിലെ ദ വെരി ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ് അല്ലെങ്കിൽ വെരി ലാസ്റ്റ് ഏരിയ ആണ്. അതാണ് നമ്മളുടെ മാക്സിമ ആൻഡ് മിനിമ ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. മാക്സിമ ആൻഡ് മിനിമം ഫംഗ്ഷൻ എന്ന് നമ്മൾ പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. സോ യു ആർ ഗിവൺ ആൻ ഇക്വേഷൻ f of x is equal to x cube minus 6x square plus 9x minus 5. അപ്പൊ മാക്സിമ മിനിമ കാണുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കാണുക. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കാണാമെന്ന ഇതിന് ആദ്യം ഒന്ന് ഡിഫറൻസിയേഷൻ ചെയ്യാം. സോ d/dx of x cube minus 6 d/dx of x square plus 9 d/dx of x minus d/dx of 5.
So when you solve this, you will get 3x square minus 12x. 6 into 2x. So 12x plus 9 minus 0. ഇതാണ് നമ്മളുടെ എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത്. ഇനി എഫ് ഡബിൾ ഡാഷ് എക്സ് കാണുക. അതായത് ഇതിനെ ഒന്നുകൂടെ ഡിഫറൻസിയേഷൻ ചെയ്യാം. സോ യു വിൽ ഗെറ്റ് 6x minus 12 എന്ന് കിട്ടി. 6x minus 12 എന്ന് കിട്ടി. ഇനി എഫ് ഡാഷ് എക്സിനെ നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് 3x square minus 12x plus 9 is equal to 0 എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ നമുക്കറിയാം a എന്ന് പറഞ്ഞാൽ 3 ആണ്, b എന്ന് പറഞ്ഞാൽ -12 ആണ്, c എന്ന് പറഞ്ഞാൽ 9 ആണ്. സോ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. -b plus or minus root of b square minus 4ac by 2a. So minus 12 plus or minus root of -12 the whole square minus 4 into 3 into 9 by 2 into 3. So when you solve this, what will be the answer that you are getting as? Minus അടുത്ത് വന്നാൽ plus ആകും. Plus or minus, you will get it as 12 into -12 into -12. Minus plus I 144 minus 4 into 2 are 12. 12 into 9 is 108 divided by 2 into 3 is 6. So 12 plus or minus root of ഇവിടെ 36 by 6 എന്ന് കിട്ടും. So when you solve this, what will be the answer is 12 plus or minus 6 by 6 എന്നായിരിക്കും ആൻസർ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നത്. സോ ഇവിടെ 12 plus 6 by 6 ആണെങ്കിൽ 18 by 6 ആണ്. ആദ്യത്തെ വാല്യൂ 3 എന്ന് കിട്ടി. 12 minus 6 by 6 ആണെങ്കിൽ നമുക്ക് 6 by 6 രണ്ടാമത്തെ വാല്യൂ 1 എന്ന് കിട്ടി. അപ്പൊ എക്സിന്റെ വാല്യൂ 3 എന്നും 1 എന്നും നമുക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ എന്ത് ചെയ്യുക? എഫ് ഡബിൾ ഡാഷ് എക്സിൽ ഇട്ട് കൊടുക്കുക. അപ്പൊ എഫ് ഡബിൾ ഡാഷ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എഫ് ഡബിൾ ഡാഷ് എക്സ് 6x minus 12 ആണ്. അപ്പൊ ആദ്യത്തെ വാല്യൂ ഇടുക. എഫ് ഡബിൾ ഡാഷ് 3 ഇട്ടു. സോ 6 into 3 minus 12, 18 minus 12, the answer is 6 ആണ് വരുന്നത്. എഫ് ഡബിൾ ഡാഷ് 1 ഇട്ട 6 into 1 minus 12, 6 minus 12, the answer is minus 6 ആണ്. സോ ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവും ആണ് വന്നത്. പോസിറ്റീവ് ആയി വരുന്നതിനെ നമ്മൾ മിനിമം ഫംഗ്ഷൻ എന്നും പറയും, നെഗറ്റീവ് ആയി വരുന്നതിനെ മാക്സിമം ഫംഗ്ഷൻ എന്നും പറയും. ഇത് നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. പോസിറ്റീവ് ആയി വരുന്നതിനെ മിനിമം ഫംഗ്ഷൻ എന്നും നെഗറ്റീവ് ആയി വരുന്നതിനെ മാക്സിമം ഫംഗ്ഷൻ എന്നും പറയും. അപ്പൊ നമ്മൾ ഇനി ഒറിജിനൽ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്. എക്സ് ക്യൂബ് ഇപ്പുറത്തെ സൈഡിൽ എഴുതാം, അടുത്തതിൽ എഴുതാം. നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 6x സ്ക്വയർ പ്ലസ് 9x മൈനസ് 5 ആണ്. അപ്പൊ നമ്മളിവിടെ രണ്ട് വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. നമുക്കിവിടെ 3ഉം 1ഉം ഉണ്ട്. 3 ആകുമ്പോൾ മിനിമം ആണ്. അപ്പൊ മിനിമം ഫംഗ്ഷൻ കണ്ടുപിടിക്കാം. മിനിമം ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എക്സിന്റെ വാല്യൂ 3 ആകുമ്പോഴാണ്. കാരണം നമുക്കിവിടെ അറിയാം പോസിറ്റീവ് ആണ് നമ്പർ, സോ നെഗറ്റീവ് ആകുമ്പോഴാണ്, ഐ മീൻ പോസിറ്റീവ് ആണ് നമ്പർ. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് അതിനെയാണ് മിനിമം ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ 3 ക്യൂബ് മൈനസ് 6 into 3 square plus 9 into 3 minus 5. So when you solve this, you will get the answer as minus 5. ഇനി മാക്സിമം ഫംഗ്ഷൻ കാണാം. മാക്സിമം ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എക്സിന്റെ വാല്യൂ 1 ഇട്ട് കൊടുക്കാം. സോ 1 ക്യൂബ് മൈനസ് 6 into 1 square plus 9 into 1 minus 5 ആണ്. So the answer that you will be getting is minus 1 ആയിരിക്കും ആൻസർ ആയിട്ട് വരും. സോ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഡിഫറൻസിയേഷന്റെ എല്ലാം തീർത്തിട്ടുണ്ട്.